അച്ഛനെന്താ കിടക്കുന്നേ? ഓടിയോ? ഓടാൻ പിന്നെ എന്ത് ചെയ്യും? എനിക്ക് വള്ളി ഇരിക്കാൻ പറ്റുന്നില്ല. എന്ത് പറ്റി? തന്റെ സ്നേഹിതന്റെ മോന്റെ സ്വഭാവമുണ്ട്. സ്നേഹിതന്റെ മോനോ? കുന്നംകുളം ചേറു തന്റെ സ്നേഹിതനല്ലേ? അന്നേ അന്ന് ആ പിശാചിന്റെ സന്തതി ഇവിടെ വന്ന് കേറിയപ്പോഴേ ഞാൻ പറഞ്ഞതാണ്, വണ്ടിക്കാശ് കൊടുത്ത് പറഞ്ഞു വിട്, ഇത് വലിയ കോടാലിയാകുമെന്ന്. താൻ കേട്ടോ? അത് ശരി. ഇപ്പൊ ഞാൻ മാത്രമായ കുറ്റക്കാരൻ? അച്ഛനും കൂടി സമ്മതിച്ചിട്ടില്ലേ? അച്ഛന്റെ താല്പര്യപ്രകാരമല്ലേ ഞാൻ കത്തെഴുതിയത്? അതുകൊണ്ട് തനിക്കൊരു കുഴപ്പമില്ല. കുഴപ്പം മുഴുവൻ എനിക്കാ. എന്തെല്ലാം കംപ്ലൈന്റുകളാ കേൾക്കുന്നത്. നാട്ടുകാരോട് ഞാൻ എന്ത് സമാധാനം പറയും? അച്ഛൻ എന്തെങ്കിലും സമാധാനം പറഞ്ഞു നിൽക്കാം. കാശ് പോണോ എന്റെയാ. അച്ഛനത് കണ്ടോ? അത്യാവശ്യമുള്ള പറ്റിക്കുളം ഞാനൊന്ന് പറഞ്ഞുപോയി. ഒരു മാസത്തെ പറ്റ കണക്ക് ഞാൻ വായിക്കാൻ കേട്ടോ. കള്ള് ഷാപ്പിൽ 924 രൂപ 70 പൈസ, ഗോവിന്ദന്റെ ഹോട്ടലിൽ 812 രൂപ, മുറുക്കാൻ ബീഡി സിഗരറ്റ് 230 രൂപ, പലചരക്ക് കട 480 രൂപ, ആകെ 2446 രൂപ 70 പൈസ. ഇത് കൂടാതെ എന്റെ കയ്യിൽ നിന്ന് പലപ്പോഴായി റൊക്കം പറ്റു രൂപ 600. ഇതൊക്കെ ഞാൻ തന്നെ കൊടുക്കണം. ഒരു ഗസറ്റ് ഓഫീസർ കിട്ടുന്നില്ല ഇത്രയും കാശ്. അവസാനം വാശി നിങ്ങൾ തമ്മിലായി. അന്നേ ഞാൻ പറഞ്ഞതാ അപ്പനെ കാണിക്കുന്ന വലിയ മണ്ടത്തരമാണ്. അപ്പ പറഞ്ഞു എനിക്ക് അസൂയാണ്. റൈഫിൾ ഷൂട്ടിങ്ങിൽ വാറുണ്ണി ആനിയുടെ മുന്നിൽ ഒന്നുമല്ല. ഇനി അവസാനം അവൻ നമ്മുടെയൊക്കെ തലയിൽ കയറിയിരുന്ന് മൂക്ക് കടിക്കും. അതിനു മുമ്പ് എന്ത് ചെയ്താലും വേണ്ടില്ല, ആ പട്ടിയുടെ പണി നാട് നിർത്തണം. സമ്മതിച്ചോ? ഞാൻ ഇടപെട്ടോട്ടെ? ആരിടപെട്ടാലും വേണ്ടില്ല, ഈ നാട് രക്ഷപ്പെടണം. മുതലാളി, എന്താ? ഒരു 200 രൂപ വേണം. ഇവിടെ വന്ന് പറഞ്ഞാ മതിയെന്ന് പറഞ്ഞു. ആര്? വാറുണ്ണിയേട്ടൻ. ഈ മാസത്തിൽ 10 തവണ എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. പട്ടിയുടെ മോൻ. എവിടെയൊക്കെ അവന് പറ്റ് മാറി കടന്നു പോടി എന്നെ ഒപ്പിന്ന്. അപ്പൊ കാശ് അവന്റെ അപ്പം തരും. ചേറും. എന്താ? ഇവളുടെ അടുത്ത് അവന് പറ്റുപിടിയാ. കണക്കേർക്കാൻ വന്നേക്കാ. സാറേ, എന്താ ആന്റണിയെ എന്തും ചെയ്യാൻ മടിക്കാത്തവനവൻ. സൂക്ഷിച്ചോണേ. നിന്റെ സഞ്ചി സാധനങ്ങളൊക്കെ എടുക്ക്. എന്താ കാര്യം? എടുക്കാൻ പറഞ്ഞ എടുക്കടാ. കാര്യം എന്താന്ന് പറയാതെ എടുക്കില്ല അല്ലേ?
പിന്നെ സംസാരിച്ചാ പോരെ? അച്ഛനെ പേടിയുണ്ടോ? പേടിക്കാൻ എന്ത് ചെയ്യും? കാട്ടുപോത്തോട് പോലും കാര്യം പറഞ്ഞാൽ മനസ്സിലാകും. അവന്റെ ആ ഇരിപ്പും നോട്ടും അത്ര പന്തിയല്ല. ഈ ശംശയാഗസ്തുതി. ചിരിക്കണുണ്ടോ നായിന്റെ മോൻ? ഇപ്പൊ മനസ്സിലായോ നാട്ടുകാരോട് കളിച്ചാലുള്ള ഫലം? വേഗം നിന്റെ സാധനങ്ങളെല്ലാം എടുത്ത് സ്ഥലം വിട്ടോണം. ഇനി ഒരു നിമിഷം ഇവിടെ ഉണ്ടാകരുത്. അപ്പൊ പുലി ഇറങ്ങിയാലോ? അത് ഞങ്ങൾ സഹിച്ചോളാം. ഇവിടുന്ന് പോയി തരുന്ന എത്ര കാശ് തരണം? ഞാൻ പോണില്ല അച്ഛോ. പോണില്ലെന്നോ? ഇനി ഞങ്ങൾക്ക് നിന്റെ വല്ല ഒരു ഉത്തരവാദിത്വമില്ല. ഈ നാട്ടിൽ നിന്ന് നിനക്ക് ഈ പച്ചവളം പോലും കിട്ടില്ല. എന്റെ ഇപ്പൊ താമസിക്കാനും പറ്റില്ല. വേഗം സ്ഥലം വിട്ടില്ലേ നാട്ടുകാരെ കൊന്നു കുഴിച്ചു കൊടുക്കും. കൊന്നോട്ടെ, എന്നാലും ഞാൻ പോണില്ല. ആരാത്? ഇത്തിരി കഞ്ഞി തരുമോ? ഇന്നൊന്നും കഴിച്ചില്ല, വിശന്നിട്ട് വയ്യ. കഴിച്ചില്ലെങ്കിൽ വേണ്ട, പോ. അസത്തെ എന്താ ചേച്ചി? ആരാ ചേച്ചി? അയാള് ആ വാറുണ്ണി. ആ പന്നി ഇവിടെ വന്നു. വേണ്ട, നീ പോണ്ട, അയാള് പോയി. കൈയും കാലും തല്ലി ഒടിച്ചാ മതിയായിരുന്നു. അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല വക്കീലെ. എല്ല് മുറികൂടിയ പഴം പിന്നെയും തുടങ്ങൂലേ? ഓന്റെ ആരോഗ്യം നമ്മൾ സമ്മതിച്ചിരിക്കുന്നത്. അന്ന് ഓനെ കൂടി ഏറി ഇനിക്കാണെങ്കിൽ മയ്യത്തായി പോയേ. കണ്ട കാക്ക എലി ഉടുമ്പും ഒക്കെ അല്ലേ തീറ്റ. വലിയ തടിയില്ലെങ്കിലും ഉള്ളത് ഇരുമ്പ. ആ ദാ വന്നേക്കണ്. ഒരു ചായ തരുമോ? ഇവിടെ ഇല്ല. ഇത്തിരി ചൂടുവെള്ളം തരുമോ? ദിവസം വെള്ളം മൂന്ന് ചോദിക്കും. പൊക്കോണം ഇവിടുന്ന്. പോകാൻ പറഞ്ഞ അങ്ങോട്ട് പിടിക്കണോ? തൊട്ടാളാൻ കൊണ്ടുപോടോ, പോടോ. കഴിച്ചറേ. രണ്ട് മുറുകാണ്, രണ്ടെണ്ണത്തിനും ബുദ്ധിയില്ല. കൊറേ തല്ലുണ്ടല്ലേ? ഏറാ തടുക്കാൻ പറ്റുമോ? വല്ലതും കഴിച്ചോ? പച്ചവെള്ളം പോലും തരരുതെന്നാ എല്ലാരും തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെന്തിനാ കൊണ്ടുവന്നേ? എനിക്കെങ്ങനെ തീരുമാനിക്കാൻ പറ്റുമോ? നീന്റെ ആരാ? പെങ്ങളോ അല്ലെങ്കിൽ കെട്ടിയോളോ? പിന്നെ അന്വേഷിക്കാൻ ഇന്ന സ്ഥലമില്ല, പോയിന്നാ ഞാൻ കരുതി. പോണതാ നല്ലത്. അങ്ങനെ വിചാരിച്ചതാ. പിന്നെന്താ വേണ്ടെന്ന് വെച്ചത്? അപ്പോ നിന്റെ അമ്മയെക്കൊന്ന് ചെയ്താനെ കൊല്ലണ്ടേ? അച്ഛനും മുതലാളി എല്ലാരും കൂടെ സ്ഥലം വിടാൻ പറഞ്ഞപ്പോ സമ്മതിക്കാൻ നാക്ക് പറഞ്ഞതാ. അപ്പഴാ നിന്നെ ഓർത്തു. നന്നായി. ഇനി ഈ ചീത്തത്തരത്തിനൊന്നും പോവാണ്ട് നല്ല ആളാവ്. ആളുകൾ പറയണൊക്കെ ശരിയാ. അങ്ങനെയാണെങ്കിൽ ഈ സ്വഭാവമൊക്കെ കളഞ്ഞ് ഒരു പെണ്ണിനെ കെട്ടി മര്യാദക്ക് ജീവിച്ചൂടെ? അതിനാരെങ്കിലും പെണ്ണ് തരണ്ടേ? തരുന്നെന്തിനാ? ഇഷ്ടമുള്ള പെണ്ണിനെ വിളിച്ച് കൂടെ താമസിപ്പിക്കണം. അതിന് സ്ഥിരമായിട്ട് കൂടെ താമസിക്കാൻ ഇഷ്ടമുള്ള പെണ്ണിനെ കിട്ടണ്ടേ? ഞാൻ മതിയോ? പറ, ഞാൻ മതിയോ? കൊമ്പൻ. ഞാൻ എടി എന്താണ്? എടാ
നീ നാട് നശിപ്പിക്കും. നീ എന്നെ ഇവിടെ എല്ലാം നശിപ്പിക്കും. അല്ല പട്ടി. അടിക്കല്ലേ? അടിക്കില്ല. ഓടി രക്ഷിക്കൂ. ഒരു സംശയമില്ല, അപകടം പറ്റിയതെന്ന് എല്ലാരും പറയണ. ചിലര് ആത്മഹത്യാന്നും പറയുന്നുണ്ട്. തോമസ് കുട്ടിക്ക് ശത്രുക്കൾ ആരുമില്ല. പോലീസിനോട് നിനക്ക് പറയായിരുന്നില്ലേ ഞാനാണ്? മനഃപൂർവ്വമല്ലല്ലോ, പറ്റിപ്പോയതല്ലേ. എന്നാലും പറയായിരുന്നു. പറഞ്ഞ നിങ്ങളെ പോലീസ് പിടിച്ച തോമസ് കുട്ടി ജീവിച്ചു വരൂ. പിന്നെ നിങ്ങൾ ജയിലിൽ പോയാ പുലി ഇറങ്ങി ആരാ കൊല്ല? കാണണം തോന്നുമ്പോ ഞാൻ എങ്ങനെ കാണാ? ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഞാൻ പള്ളിയിലേക്ക് ചെല്ലട്ടെ. ഒരു പിടി മണ്ണ് എനിക്കും ഇടണം. നശിപ്പിച്ചു അല്ലടാ? എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ.
എന്നെ രക്ഷിക്കൂ. കള്ളും കുടിച്ച് ഇവിടെ വന്നാ കിടക്കണേ? ഇറങ്ങി പോടാ. അച്ഛോ, എനിക്കൊന്ന് കുമ്പസാരിക്കണം. കുമ്പസാരിക്കേ? നീയാ ആ കാര്യങ്ങളൊക്കെ മനുഷ്യന്മാർക്ക് പറഞ്ഞിട്ടുള്ള? ഒരു തുള്ളി ഞാൻ കുടിച്ചിട്ടില്ല അച്ഛോ. എനിക്കെല്ലാം ഏറ്റു പറയണം. നാളെ കാലത്തെ വാ. പാതിരാത്രിക്കല്ലേ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ. നേരം വെളുക്കാൻ കാത്ത ഞാൻ ചങ്ക് പൊട്ടി ചത്തുവോ? ഉള്ളിൽ കിടന്നിങ്ങനെ തെങ്ങുക. തോമസ് കൂടി ചത്തതല്ല അച്ഛോ, ഞാൻ കൊന്നതാ, തള്ളിയിട്ട് കൊന്നതാ. ഈ വസ്ത്രം ധരിച്ച പിന്നെ ഇതുവരെ ഇത്ര ഹൃദയം തുറന്നൊരു പ്രാർത്ഥന ഞാൻ കണ്ടിട്ടില്ല. നിന്നെ ദൈവം രക്ഷിക്കും. പോട്ടെ അച്ഛോ, എന്റെ കൈസറെ ആ പെണ്ണെ ഏൽപ്പിക്കണം. അല്ലെങ്കിൽ പോലീസ് എന്നെ കൊണ്ടുപോകുമ്പോ അവനൊറ്റക്കായി പോകും. എന്നോട് സ്നേഹമുള്ളതാവും മാത്രമേ ഉള്ളൂ. അങ്ങനെ കരുതണ്ട. നിന്നെ സ്നേഹിക്കുന്നവർ പിന്നെ ഇല്ലേ ആ കൊല്ലത്തി പെണ്ണ്. ഇപ്പോ എനിക്ക് നിന്നോട് സ്നേഹം തോന്നിപ്പോകുന്നു. ഞാൻ കൊന്നവനാ. അച്ഛനെന്നെ പോലീസ് പറഞ്ഞ് പിടിപ്പിച്ചോ? പോലീസും കോടതിയും ഒക്കെ മനുഷ്യനെ ശിക്ഷിച്ചു തിരുത്താനാ. പക്ഷെ അതിനേക്കാൾ വലിയ കോടതി നീ സ്വയം തിരുത്തി കഴിഞ്ഞു. മാത്രമല്ല ഇതൊരു കുമ്പസാര രഹസ്യമാ, പുറത്തു പറയാൻ പാടില്ല. എന്നാലും എനിക്ക് മനസ്സമാധാനം കിട്ടൂല അച്ഛൻ. കുറെ കാലം ജയിലിൽ പോയി കിടന്ന മനസ്സമാധാനം കിട്ടുമോ? ഇല്ല. നീ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അബദ്ധത്തിൽ ഒരു കൈത്തെറ്റ് പറ്റി. അതുകൊണ്ട് തകർന്നു പോയ ഒരു കുടുംബം ഇവിടെ ഉണ്ട്. അത് കാണാണ്ട് പോകുന്നതാണ് ദൈവത്തിന്റെ മുന്നിൽ ഏറ്റവും വലിയ തെറ്റ്. പിന്നെ ഒരു കടമയേറ്റ നീ വന്നു. അതും മറന്ന് നാട്ടുകാരുടെ മുഴുവൻ ശാപവും തലയിലേറ്റി പാവപ്പെട്ട ഒരു കുടുംബത്തെ അനാഥമാക്കിയിട്ട് ഏത് നരകശിക്ഷ അനുഭവിച്ചാലും നിനക്ക് സമാധാനം കിട്ടുമോ?